ഒരു വീഡിയോ കണ്ടതിൻ്റെ ദേഷ്യത്തിൽ ചെയ്യുന്ന വീഡിയോ കണ്ടത്. അതായത് സത്യമതം എന്ന് പറയുന്ന ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ ശാസ്ത്രം ഖുറാനിലുണ്ട് എന്നുള്ളൊരു നുണ വെച്ചിട്ട്, അതായത് മോഡേൺ സയൻസ് തെളിയിച്ച കുറേ കാര്യങ്ങൾ ഖുറാനിലുണ്ട് എന്നുള്ളൊരു നുണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവർ. അത് ഇങ്ങനെ നിരന്തരമായി കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ട്. ഇവർക്ക് സത്യം പറഞ്ഞൂടെ? എന്തിനാണ് ഈ നുണ പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന റീലിനാണ് ഇപ്പോൾ ഞാൻ മറുപടി പറയാൻ പോണത്. നിങ്ങൾക്ക് വീഡിയോ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, ഞാൻ എൻ്റെ ദേഷ്യത്തിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഈ നുണ കേട്ടതിൻ്റെ ദേഷ്യത്തിൽ എടുക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് വീഡിയോ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ALTHF.വര എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. ഈ വീഡിയോ കിട്ടും. ഖുറാനിൽ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ 3 മിനിറ്റ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒരു ചങ്ങായി പറയാണ്, ഖുറാൻ വെച്ചിട്ടാണോ സമർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടോ. ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഞാൻ പഠിച്ചത് ഖുർആനാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഏതാണോ പഠിച്ചത് ആ സ്ക്രിപ്ചർ റെഫർ ചെയ്യുക, ചിലപ്പോൾ അതിലും ഉണ്ടാകും. ഖുർആൻ ദൈവത്തിന്റെ വാക്കാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പ്രൂവ് ചെയ്തതിന് അതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 വർഷം മുമ്പാണ് ഖുർആൻ റിവീൽ ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം. 2015 യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം ഒരു റേഡിയോ കാർബൺ അനലൈസ് വഴി പ്രിസർവ് ചെയ്ത ഖുർആൻ ചെക്ക് ചെയ്തപ്പോൾ അതിന് ഏകദേശം 1400 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. 1400 വർഷം മുമ്പുള്ള ഖുർആൻ എങ്ങനെയാണോ അതേ ഖുർആനാണ് ഇപ്പോഴും. 1400 വർഷം മുമ്പ് ഇവിടെ 1400 വർഷം മുമ്പുള്ള ഖുറാൻ്റെ പ്രതികൾ മാനുസ്ക്രിപ്റ്റ്സ് നമുക്കിവിടെ കാർബൺ ഡേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നുള്ള ഖുർആൻ്റെ അതേ സെയിം സാധനം തന്നെ ഇന്നുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് ഓൻ പറയുന്നത്. അതിലുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഈ പറയുന്ന മാനുസ്ക്രിപ്റ്റ്സ് എൻ്റെ അവൈലബിലിറ്റി ആണെങ്കിൽ അതിലും പഴയ ഗ്രന്ഥങ്ങളുടെയൊക്കെ മാനുസ്ക്രിപ്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അതല്ല, ഇതിൻ്റെ അതോറിറ്റി അത്രത്തോളം മാറ്റില്ല നിലനിൽക്കുന്നുണ്ട് എന്ന് ഒത്തു നോക്കണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ മാനുസ്ക്രിപ്റ്റ് കിട്ടണം. എന്നാൽ ആ മാനുസ്ക്രിപ്റ്റ് 1400 വർഷത്തോളം കാർബൺ ഡേറ്റ് ചെയ്ത് എത്താൻ പറ്റുന്ന ആ മാനുസ്ക്രിപ്റ്റുകളൊന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ അല്ല. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ ഖുർആൻ മാറ്റമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നില്ല. ആ സംഗതി വെറും ബ്ലണ്ടറാണ്. കാരണം റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ഉസ്മാൻ്റെ ശൈലിയിലേക്ക്, ഖലീഫ ഉസ്മാൻ്റെ ഒരു ക്രോഡീകരണ ശൈലിയുണ്ട്, ഖുറൈശി ശൈലിയിലേക്കുള്ള ക്രോഡീകരണം. ആ ഒരു ശൈലിയിലുള്ള ക്രോഡീകരണം നടന്നിട്ട് പോലും ഖുർആൻ ലോകത്താകമാനം പല ശൈലികളിലാണ് ഇന്നുള്ളത്. അത് പലതരം ഖിറാഅത്തുകളാണ് എന്ന് പറയുമ്പോഴും ആ ഖിറാഅത്തുകളിൽ പല വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ കൂടുന്നതായിട്ടും അതിൻ്റെ കാരണമായിട്ട് അർത്ഥം മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഹഫ്സ് ഖുർആനും വർഷ ഖുർആനും, സൗദി, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുള്ള ഹഫ്സ് ഖുർആൻ, മൊറോക്കോ, ലിബിയ പോലുള്ള രാജ്യങ്ങളിൽ ഓതുന്ന വർഷക്കാലും ഖുർആനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് കൂടുതൽ മനസ്സിലാക്കാൻ ചെറിയ രീതിയിൽ നമ്മളൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട് ഇൻഫിഡൽസ് ചാനലിൽ. അത് വിശുദ്ധ ഖുർആൻ ചരിത്രം എന്ന് പറഞ്ഞിട്ട് 4 എപ്പിസോഡേ ആയിട്ടുള്ളൂ. ആ ഒരു എപ്പിസോഡ്സ് ഇങ്ങനെ കണ്ടാൽ ഖുർആൻ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സാധനം നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആൻ കാലങ്ങളായിട്ട് ഇങ്ങനെ A to Z സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ബ്ലണ്ടറാണ് ചെങ്ങായി ഇവിടെ തുടരുന്നത്. അപ്പോൾ ആ സംഗതി എന്താണെന്നുള്ളത് ആ ഒരു സീരീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ബാക്കിയാക്കാം. ബയോളജി എന്താ, ആസ്ട്രോണമി എന്താ, ജോഗ്രഫി എന്തായാലും കടലിനെ പറ്റി, എലമെന്റ്സിനെ പറ്റി, ഓർബിറ്റിനെ പറ്റി, യൂണിവേഴ്സിനെ പറ്റി, ഇതിനെ പറ്റി അതായത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി മോഡേൺ സയൻസ് പറഞ്ഞ കുറേ വിഷയങ്ങൾ അതിന് മുമ്പേ ഖുർആൻ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന ഖുർആനിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് അറിയാത്ത ഒന്നും തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതറിയാം അല്ലെങ്കിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. അന്നത്തെ ജനങ്ങൾക്ക് പുതിയതായിട്ട് ഖുർആന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഖുർആന് പറഞ്ഞു തന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ പിന്നീട് വന്ന ആളുകൾ വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചെടുത്തതല്ലാതെ അന്നത്തെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥത്തിൽ അത് മനസ്സിലായിട്ട് തന്നെ അല്ല എന്നുള്ളതാണ്. അതല്ലാതെ അന്നത്തെ അഭിസംബോധിതരായ ജനതയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ സംഗതി വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ജനങ്ങൾക്ക് അറിയാത്തതായ ഒന്നും തന്നെ ഖുർആൻ പുതിയതായിട്ട് അവിടെ പരിചയപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ടെക്നോളജി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ടെക്നോളജി ഇല്ലാത്ത കാലത്തും ഇപ്പൊ മോഡേൺ സയൻസ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഖുർആനിൽ മെൻഷൻ ചെയ്തു ഞാൻ പ്രൂവ് ചെയ്ത അതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ്. കുറെ കാലം സയൻസ് ബിലീവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അനങ്ങണില്ല, അല്ലെങ്കിൽ സൂര്യന് മൂവ്മെന്റ് ഇല്ല, അത് സ്റ്റേഷനറി ആണെന്നാണ്. പിന്നെ സയൻസ് 20th സെഞ്ചുറിയിലാണ് സൂര്യന് മൂവ് ചെയ്യേണ്ടത് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അത് സ്റ്റേഷനറി അല്ലാതെ കണ്ടെത്തിയത്. പക്ഷേ 1400 വർഷം മുമ്പ് ഖുർആനിൽ പഠിച്ചം പറയുന്നുണ്ട്, ഖുർആൻ 21:33 മൂൺ ഈച്ച് ട്രാവലിംഗ് ഇൻ ആൻ ഓർബിറ്റ്. ഇവിടെ ഈ പറയുന്ന സൂര്യന്റെ മൂവ്മെന്റ്, സൂര്യൻ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന മുഹമ്മദ് നബി വരുന്നതിനും എത്രയോ വർഷം മുമ്പ് തന്നെ ഒരുപാട് പേര് പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതിയാണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ മുതലായ ജിയോസെൻട്രിക് വാദമുള്ള ഒരുപാട് പേര് പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതിയാണ്. സൂര്യൻ ഭൂമിക്ക് ചുറ്റും മൂവ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റേ ഖുറാനും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ രീതിയിൽ ഇന്ന് 20ാം നൂറ്റാണ്ടിന് ശേഷം കണ്ടെത്തിയതായ സൂര്യൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഏത് ഒരു ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ളതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതേപോലെ സൂര്യൻ്റെ മറ്റു തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ, ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല
ഖുർആൻ പറഞ്ഞത് ഈ ജിയോസെൻട്രിക് വാദക്കാർ പറയുന്ന സൂര്യൻ്റെ മൂവ്മെൻറ്റ്, അതായത് മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ജിയോസെൻട്രിക് വാദക്കാർ പറഞ്ഞ സൂര്യൻ്റെ മൂവ്മെൻറ്റും, അതേപോലെ മുഹമ്മദ് നബിയുടെ കാലത്തിന് മുമ്പേയുള്ള ഫ്ലാറ്റ് എർത്തുകാർ പറയുന്ന സൂര്യൻ്റെ മൂവ്മെൻറ്റും ഒക്കെ തന്നെ മുഹമ്മദ് നബിയും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയതായൊന്നും തന്നെ ഇതിലും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനെ എങ്ങനെ 3 സൺ ഒരു ഓർബിറ്റിൽ ട്രാവൽ ചെയ്യേണ്ടത് കണ്ടെത്താൻ പറ്റും. പിന്നെ ഇവിടെ വഹുവല്ലദി ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ എന്ന് പറയുന്ന ഇടത്ത് ഇവർ മെല്ലെ സ്കിപ്പ് അടിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താ വെച്ചാൽ സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും ഇതൊക്കെ അതിൻ്റെതായ പദങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 4ഉം ഇതേപോലെ ഒരു സംഗതിയാണെന്നുള്ളത് അവിടെ മനസ്സിലാക്കപ്പെടും. ഇതൊക്കെ എന്ത് ബ്ലണ്ടറാണ് പറയുന്നത് എന്നുള്ളൊരു സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് വരും ആ ഭാഗത്ത് പറയുമ്പോൾ. എന്നാൽ അത് അറബി ഗ്രാമർ പ്രകാരം ഇങ്ങനെ വസ്ഫ് വെച്ചിട്ട്, അതായത് ആൻഡ് വെച്ച് പറയുമ്പോൾ സെയിം ഗുണമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഏത് തരം എൻറ്റിറ്റി ആണെന്നുള്ളതും അല്ലാത്തത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ. പിന്നെ അതേപോലെ തന്നെ യസ്ബഹൂൻ എന്ന് പറയുമ്പോൾ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പാതകളിലൂടെ അതിങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു പുതിയതായി കണ്ടെത്തേണ്ട ഒരു കാര്യമാണോ? അത് അന്ന് തന്നെ അവർക്ക് അറിയാവുന്നൊരു സംഗതിയില്ല. അവർ കാണുന്നുണ്ടല്ലോ ഈ സൂര്യൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അതുപോലെ ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ. അതിന് സാഹിത്യാലങ്കാരമായി ഇങ്ങനെ അതിൻ്റെതായ പാതയിലൂടെ നീന്തി പോകുന്നു എന്ന് പറഞ്ഞതിനെ ഇന്ന് പിന്നീട് കണ്ടെത്തിയൊരു സംഗതിയായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇനി അടുത്ത് പറയാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും അതിൻ്റെതായ പാതകളിലൂടെ ഇത് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജിയോസെൻട്രിക് വാദക്കാരൊക്കെ പറയുന്ന സംഗതി തന്നെയല്ലേ, അല്ലാതെ പുതിയതായിട്ടൊരു സംഗതിയാണോ? ഇനി അടുത്ത് കേട്ടോ. 1912 ആൽഫേർഡ് പറഞ്ഞ ആള് മൗണ്ടൻസ് മൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ മലകൾ മൂവ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തി. 2788 സൂറത്തു നംലിലെ 88ാമത്തെ ആയത്ത് എടുത്തിട്ട് ഇവൻ പറയണത് വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വഹിയ തമുറു മർറ സഹാബി സുൻഅല്ലാഹി അല്ലദീ അതഖന കുല്ല ഷൈഇൻ ഇന്നഹു ഖബീറുൻ ബിമാ തഫ്അലൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് വെച്ചിട്ട് എന്ത് ഖുർആന്റെ ഒരു വചനം വെച്ചിട്ട് പറഞ്ഞു വന്നത് സൂറത്തു നംലിലെ ഒരായത്ത് വെച്ചിട്ടാണ് ഈ കളി. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ പർവ്വതങ്ങളുടെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് സൂറത്തു നംലിലെ 88ാമത്തെ ആയത്തിൽ പറഞ്ഞതെന്നൊക്കെ പച്ച നോണ തള്ളി വിടുകയാണ്. ഈ പറഞ്ഞ സൂറത്തു നംലിലെ ഈ 88ന്റെ മുമ്പത്തെ 87ാമത്തെ ആയത്ത് എടുക്കുക, എന്നിട്ട് വായിക്കുക, 88 എടുക്കുക വായിക്കുക, 89 എടുക്കുക വായിക്കുക. ലോകാവസാന സമയത്ത് ഇസ്രാഫീൽ എന്ന മലക്ക് സുഹുർ എന്ന കാളത്തിൽ ഊതുന്ന സമയത്ത്, സുർ എന്ന കാഹളം, ആ കാഹളത്തിൽ ഊതുന്ന സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല അപ്പോൾ ഈ ചങ്ങായി അൽത്താഫ് മോന് പറയണത് ഇപ്പോൾ സൂറ് ഊതി കഴിഞ്ഞു എന്നാണോ? സൂറ് ഊതി കഴിഞ്ഞിട്ട് ഇങ്ങനെ പർവ്വതങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ആ സംഗതിയല്ല. ഈ പറയുന്ന സാധനം ലോകാവസാന കാലത്ത് സംഭവിക്കാൻ പോണതിനെ കുറിച്ചാണ് പറയണത്, അല്ലാതെ ഇന്ന് പറയുന്ന പർവ്വതങ്ങളുടെ മൂവ്മെൻറ്റിനെ കുറിച്ചല്ല. എന്തിനാണ് ഈ നുണ പറഞ്ഞു കാണ്ടി സത്യമതത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് മനസ്സിലാകണില്ല. മില്യൺ കണക്കിന് വ്യൂസും പൊട്ടന്മാരായ വിശ്വാസികളെ കമൻസും. അല്ല ഈ പൊട്ടത്തരം തന്നെയാണ്, അതായത് പൊട്ടന്മാർ ഇതിലെന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരം കാണിച്ചതിൻ്റെ പിന്നാലെ നടക്കണോണ്ട് തന്നെയാണ് ഇവിടെ പറയുന്ന നാറ്റക്കോയും കാന്തപുരമൊക്കെ വളരുന്നതും അതുപോലെയുള്ള മറ്റനേകം ഉടായ്പ ടീം വളരുന്നതും ഒക്കെ. ഏതെല്ലാം നമുക്ക് ബാക്കിയേക്കാം. മേഘങ്ങളുടെ പോലെ മലകൾ മൂവ് ചെയ്യുന്നുണ്ട്. 21ാം സെഞ്ചുറിയിലാണ് സയൻസ് കണ്ടെത്തിയത്. അതായത് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതല്ല, മറിച്ച് സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഉൽക്ക വഴി ഭൂമിയിലോട്ട് വന്നതാണ്. ഖുർആനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സെൻഡ് ഓൺ അയൺ വിത്ത് ഇറ്റ്സ് ഗ്രേറ്റ് മൈറ്റ് ബെനിഫിറ്റ്സ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട കാര്യമാണ് അയൺ വ്യക്തമായിട്ട് പറയുന്നത്. ഇവിടെ പറയുന്ന ഈ ഇരുമ്പ് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ് എന്നുള്ളൊരു സംഗതി. ഈ ഒരു സംഗതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഹൈറോഗ്ലിഫിക്സ് ലിപികൾ ഏത് കാലത്തുള്ളതാണ് നിങ്ങൾക്ക് അറിയാം. ഈജിപ്ഷ്യൻ ലിപിയാണല്ലോ ഹൈറോഗ്ലിഫിക്സ്. എത്ര കാലം മുമ്പുള്ളതാണ്. അതിൽ തന്നെ ഈ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തപ്പെട്ട ഈ ഒരു അയണിനെ കുറിച്ച്, ഇരുമ്പിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അല്ലാതെ ഇത് ഖുർആനിൽ പുതിയതായിട്ട് വന്ന ഒരു സാധനമല്ല. പിന്നെ അതേപോലെ ഇന്ന് ഉപയോഗിക്കുന്ന ഇരുമ്പുകൾ അത്രയും ഇന്നുള്ള ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സംഗതി തന്നെയാണ്, അല്ലാതെ ഇന്ന് പോലിക്കുന്നതും മറ്റും നമ്മൾ എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതി അല്ല. പിന്നെ ഇവിടെ ഭൂമി ഒറിജിനേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ആകാശത്തുള്ള അനേക ഗ്രഹങ്ങളെ പോലെ തന്നെയാണല്ലോ ഭൂമി. അപ്പോൾ ആ രീതിയിൽ പലതരം കൂട്ടിയിടകളിലൂടെയും മറ്റൊക്കെ കൂടി കലർന്ന കുറേ ഇരുമ്പിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ ഭൂമിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ആകുന്ന, അതായത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ ഒരു ഇരുമ്പ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അല്ലാതെ പുതിയതായിട്ട് ഇറക്കുന്ന സംഗതിയല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനി എങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തിൽ നിന്നുള്ള ഇരുമ്പ് എന്നുള്ള ആ കൺസെപ്റ്റ് ഈജിപ്തുകാരന് മുമ്പ് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ നമുക്കിത് കാണാൻ പറ്റുന്ന സംഗതിയാണ്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം.
1929 യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് കണ്ടെത്തിയത്. ഖുർആൻ 57:47 വി ബിൽഡ് ദ യൂണിവേഴ്സ് വിത്ത് ഗ്രേറ്റ് മൈൻഡ്. ഇനി യൂണിവേഴ്സൽ എക്സ്പാൻഷൻ വസ്സമാ ബനൈനാഹ ബിഐദിൻ വഇന്നാല മൂസിഊൻ എന്ന് പറയുന്നിടത്ത് ഈ നാം നമ്മുടെ ശക്തി കൊണ്ട് ഈ ഒരു ആകാശത്തിനെ സൃഷ്ടിച്ചു, അതിനെ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാ പറയുന്നത്. എന്നാൽ അവിടെ പറയുന്ന മൂസിഊൻ എന്നതിന് മുഫസ്സിരീങ്ങൾ എന്താണ് അർത്ഥം കൊടുത്തത്? മുഫസ്സിറുകൾ എന്ന് പറയുമ്പോൾ ലോകപ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഖുർആൻ പണ്ഡിതർ, ഏത് കാലത്തുള്ള ഏറ്റവും ആദ്യത്തെ, ഇന്ന് ലഭ്യമായ ഏറ്റവും ആദ്യത്തെ ഖുർആൻ പണ്ഡിതർ അതിന് അർത്ഥം കൊടുത്തത് ഇന്നാല മൂസിഊൻ ഇന്നാല ഖാദിറൂൻ, നിശ്ചയമായും ഈ ഒരു ആകാശത്തിന് ആ രീതിയിലൊക്കെ പടച്ചുണ്ടാക്കാൻ കഴിവുള്ളവനാണ് എന്ന രീതിയിലാണ്. അല്ലാതെ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവനാണെന്നൊരർത്ഥം അതിനില്ല. ഈ പറയുന്ന യൂണിവേഴ്സൽ എക്സ്പാൻഷനുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടുന്നതും ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും ആ ഒരു യൂണിവേഴ്സൽ എക്സ്പാൻഷൻ എന്നൊരു സംഗതി കണ്ടെത്തിയതിന് ശേഷം പിന്നീട് വന്ന ആളുകളാണ്. അത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഏതൊരു അഹമ്മദി മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രീതിയിൽ ഇതിനെ കൂട്ടിക്കെട്ടുന്നത്. എന്നിട്ട് ഇത് അന്ന് കാലത്തെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്, അന്നേ കാലത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് മുസ്ലിംസിൽ നിന്ന് തന്നെ യൂണിവേഴ്സൽ എക്സ്പാൻഷൻ എന്നുള്ളൊരു തിയറി രൂപം കൊള്ളണമായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് പിന്നെയും കാലങ്ങളായി ഇന്നാല മൂസിഊൻ എന്നുള്ളതിന് മുഫസ്സിറുകൾ പറഞ്ഞ ഇന്നാല ഖാദിറൂൻ എന്നുള്ള ഒരു അർത്ഥം തന്നെ, ആ ഒരു വ്യാഖ്യാനം തന്നെ നിലനിന്ന് പോന്നിട്ട് ലാസ്റ്റ് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വികസനത്തിനെ കണ്ടെത്തിയ സമയത്ത്, ആ വികസിച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു സംഗതി കണ്ടെത്തിയ സമയത്ത് ഇവിടെ മൂസിഊൻ എന്നുള്ളതിന് ഇങ്ങനെ അർത്ഥം വെച്ചിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അത് പണ്ടേ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഖുർആൻ പണ്ടേ പറഞ്ഞല്ല, ഖുർആൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവർ ഇന്ന് പറഞ്ഞതാണ്. ഇനി ബാക്കി കേട്ടോ. എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്താണ് ഫണ്ടമെന്റൽ റിലൈസ് ഓൺ വാട്ടർ. ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. വി ക്രിയേറ്റഡ് ഫ്രം വാട്ടർ എവരി ലിവിംഗ് തിങ്. നമ്മുടെ ബ്രെയിനോട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വെയിനിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. വി ക്രിയേറ്റഡ് ഫ്രം വാട്ടർ എവരി ലിവിംഗ് തിങ്. നമ്മുടെ ബ്രെയിനോട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വെയിനാണ്. പിന്നെ അതേപോലെ തന്നെ ഇനി ലൈഫ് വാട്ടറിൽ നിന്നാണ് ഒറിജിനേറ്റ് ആയത് എന്നുള്ളതും ആദ്യം ഖുർആൻ പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ലൈഫ് ഒറിജിനേറ്റ് ആയത്, ജീവൻ ഒറിജിനേറ്റ് ആകുന്നത് വാട്ടറിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ മുഹമ്മദ് നബിയും ഖുർആനൊക്കെ ഉണ്ടാകുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേൽസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏൻഷ്യൻ്റ് മിത്തുകൾ, ക്രിയേഷൻ മിത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജീവൻ്റെ ഉത്ഭവത്തിന് വെള്ളവുമായുള്ള ഒരു ബന്ധം അങ്ങനെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും പുതിയതല്ല. ഇനി അടുത്തത് പിന്നെ അടുത്ത് പറയുന്നത് വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൻ വരീദ്. നാം അവൻ്റെ കണ്ഠനാടിയേക്കാൾ ഏറ്റവും അടുത്തവനാണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ കണ്ഠനാടിക്കാണ് ഹബ്ലിൻ വരീദ്, കണ്ഠനാടി എന്നൊക്കെ പറയുന്നതിനാണ് ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത്. ഈ ജുഗുലാർ വെയിനെ കുറിച്ച് ഗാലൻ പോലത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബിക്കും ഖുർആനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഗ്രീക്ക് ഈ ആരോഗ്യ ശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഗവേഷണങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് നബിനെ കുറിച്ച് പറയാന്നുള്ളതാണ് പിന്നെ ഓൻ്റെ ചോദ്യം. ഇനി അടുത്ത് വർഷം മുമ്പ് ഈ വെയിനെ പറ്റി ഇങ്ങനെ ഒരു മനുഷ്യന് മനസ്സിലാവുക. അതായത് 19th സെഞ്ചുറി കണ്ടെത്തിയതാണ്. സൂര്യനെ പോലെയുള്ള ഒരു സ്റ്റാർ എക്സ്പ്ലോർഡ് ആയി കഴിഞ്ഞാൽ ഒരു നെബുല ഫോം ചെയ്യും, അതായത് ഒരു ഗ്ലോയിങ് ക്ലൗഡ് ഫോം ചെയ്യും. ഇതിൽ നൈട്രോജൻ അതായത് സൂര്യനെ പോലുള്ള ഒരു സ്റ്റാർ ഫോം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനിയിപ്പം പറയാൻ പോണ ആയത്ത് പറയണമെന്ന് അവൻ പറയണത് കേട്ടോ. സൂര്യനെ പോലത്തെ സ്റ്റാർസും മറ്റൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഖുർആനിലുള്ള ആയത്ത് പറഞ്ഞതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവസാന നാളിൽ ലോകം അവസാനിക്കുന്ന സമയത്ത് സൂര്യൻ അങ്ങനെയൊക്കെ ആകും എന്നൊക്കെയാണ് ഈ ആയത്ത് പറഞ്ഞതെന്നാണ് ഓൻ പറയുന്നത്. എന്നാൽ ഇനി അവിടെയും ഒരു നുണയാണ് പറഞ്ഞത്. അത് ആകാശം ആണ് ചോക്കുന്നത്. ആകാശത്തിന്റെ കളർ മാറുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ സൂര്യന്റെ കളർ മാറുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. വീണ്ടും അവിടെ ഖുർആനെ കുറിച്ച് നുണ പറയാണ്. നുണ പറഞ്ഞിട്ടാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സത്യമതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ആകാശത്തിൻ്റെ ചുവപ്പ് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. ഇനി അതായത് ഈ പറയുന്ന മുഹമ്മദിന് മുമ്പുള്ള ട്രഡീഷനിൽ തന്നെ ഈ ആകാശം ചുവക്കുക എന്നുള്ളതൊക്കെ ഒരു വാണിങ്ങിൻ്റെ ലക്ഷണമായിട്ടൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ബാക്കി ഒരു റെഡ് റോസ് കളേർഡ് ഓയിൽ പോലെയാവുന്ന ഖുർആനിൽ പറയുന്നത്. നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നു സൂര്യൻ ലൈറ്റിന്റെ സോഴ്സ് ആണ്, മൂൺ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഖുർആനിൽ മെൻഷൻ ചെയ്തു. ഹി ഹു മേഡ് ദ സൺ എ ഷൈനിങ് ലൈറ്റ് ആൻഡ് ദ മൂൺ എ ഡിറൈവ്ഡ് ലൈറ്റ്. പിന്നെ അതേപോലെ ഈ സൂര്യനും ചന്ദ്രനും, സൂര്യൻ ലൈറ്റിന്റെ സോഴ്സും ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുകയാണ് ആ ലൈറ്റിനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളൊക്കെ പുതിയ കാലത്ത് ചേർത്ത അർത്ഥങ്ങളാണ്. കാരണം അവിടെ മുനീർ എന്നുള്ളതിനാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നുള്ള അർത്ഥം പറയുന്നത്. അങ്ങനെ മുനീറിന് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം പറയുന്നതെങ്കിൽ അള്ളാഹുവിന് മുനീർ എന്നുള്ള വിശേഷണം ഖുർആനിലുണ്ട്. അപ്പോൾ അള്ളാഹു എന്തിൻ്റെ ലൈറ്റാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, മുനീർ എന്നുള്ളതിന് വെളിച്ചം എന്നുള്ള അർത്ഥം തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ
ഈ പറയുന്ന സൂര്യനെ സിറാജ് വിളക്ക് എന്നുള്ള രീതിയിലും ചന്ദ്രനെ മുനീർ വെളിച്ചം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നില്ലെങ്കിലും ഈ ചന്ദ്രനെ വെളിച്ചമായി ഉപമിക്കുമ്പോൾ ഒന്ന് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നുള്ള ഖുർആൻ പറഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. ഇനി അതിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെ ഇതും മുഹമ്മദ് നബിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ആരാണ് ആദ്യം ചന്ദ്രൻ വെളിച്ചത്തിന് പ്രതിഫലിപ്പിക്കുകയാണെന്ന് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും മുഹമ്മദ് നബിക്കും ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എന്തല്ല, ഖുർആൻ്റെ സ്വന്തമായ സാധനങ്ങളല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ ദൈവികമാകും? ഇതൊക്കെ ദൈവം ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവ് എങ്ങനെ ആകും?